സ്ഥാനാർത്ഥി നിർണയത്തിൽ തടഞ്ഞതിലെ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ. തന്റെ പേര് ലിസ്റ്റിൽ നിന്ന് അവസാന നിമിഷം മാറ്റുകയായിരുന്നുവെന്ന് ജോസഫ് വാഴക്കൻ പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ ഏറ്റവും അവസാന സീറ്റ് ഏറ്റെടുക്കുന്നത്, അപ്പം അവർക്ക് കൊടുത്തിരുന്നൊരു ധാരണയും പാർട്ടി പറഞ്ഞതും എനിക്ക് തന്നൊരു ധാരണയും എനിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം പേര് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത് ലാസ്റ്റ് വന്നപ്പോൾ അങ്ങനൊരു നമ്മൾ സ്ഥാനാർത്ഥി രംഗത്തുനിന്ന് നമ്മളെ ഒഴിവാക്കി. അത്രയുമാണ് ലാസ്റ്റ് സംഭവിച്ചത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ, ഒരു വിഷമേ ഉള്ളൂ. കാരണം ഇത് നേരത്തെ തന്നെ ഞാൻ അവിടെ ചോദിച്ചൊരു സീറ്റായിരുന്നില്ല. PN വാസവനെതിരെ ഞാൻ മത്സരിക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു പൊതു അഭിപ്രായത്തിൻ്റെ പേരിൽ KPCC നേതൃത്വമാണ് എൻ്റെ അടുത്ത് ഏറ്റുമാനൂർ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഞാൻ വേറെ സീറ്റുകളൊക്കെ ആയിരുന്നു, എൻ്റെ മൂവാറ്റുപുഴ ഇടുക്കി മേഖലയിലൊക്കെ ആയിരുന്നു ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഏറ്റുമാനൂർ വരുന്നത്. അപ്പം പിന്നെ ജോസഫ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് സീറ്റ് കിട്ടിയിട്ടില്ലാതെങ്കിൽ പോലും ചർച്ച നടക്കുമ്പോൾ എൻ്റെ കാര്യം കൂടെ പറഞ്ഞിരുന്നു. അങ്ങനെ ആ സീറ്റ് കിട്ടുന്നത് അവസാന നിമിഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പേര് പോയി, ഒറ്റ പേരാണ് പോയത്, എൻ്റെ പേരാണ് പോയത്. ഏറ്റുമാനൂർ എൻ്റെ പേര് സുരേഷിൻ്റെ, നാട്ടകം സുരേഷ് DC പ്രസിഡൻ്റെ പേര്, അലോഷിയുടെ പേര്, ഇങ്ങനെ 3 പേരാ ഒറ്റയ്ക്കാണ് പോയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റപ്പേരായിരുന്നതുകൊണ്ട് നമ്മളൊരു പ്രതീക്ഷ കൂടുതൽ വെച്ച് പോയതുണ്ട്. അപ്പം നമ്മൾ പോസ്റ്റർ അടിക്കുകയും ബോർഡ് അടിക്കുകയും ഒക്കെ ചെയ്ത്, കാരണം സമയമില്ലാത്തതുകൊണ്ടാണ്. പെരുമ്പാവൂരിൽ സീറ്റ് ലഭിക്കാത്ത എൽദോസ് കുന്നപ്പള്ളിയിലും അതൃപ്തിയിലാണ്. എൽദോസിന് സീറ്റ് നൽകണമെന്നായിരുന്നു തന്റെ അഭിപ്രായമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. എൽദോസ് കുന്നപ്പള്ളി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. സീറ്റ് അർഹനായ വ്യക്തിയാണ്. അദ്ദേഹം 10 വർഷം പെരുമ്പാവൂരിന് വേണ്ടി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഞാൻ എൽദോസിനോട് പറഞ്ഞു, പാർട്ടി തീരുമാനത്തെ അംഗീകരിക്കണം, പാർട്ടിയുമായി ചേർന്ന് നിൽക്കണം. എൽദോസിനെ എൽദോസാക്കി മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹം അത് അംഗീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനിടെ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനായി വോട്ട് അഭ്യർത്ഥിച്ച് ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തിയത് നേതൃത്വത്തിന് ആശ്വാസമായി. ലാൽ കൃഷ്ണ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലാൽ, അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം അവസാനഘട്ട പട്ടികയും പുറത്തു വന്നത്. പക്ഷെ അപ്പോഴും അതൃപ്തി തീരുന്നില്ല. അമൃത, ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായ അനുകൂലമായൊരു സാഹചര്യം കോൺഗ്രസിനുണ്ട് എന്ന് പറയുമ്പോഴും കോൺഗ്രസിനകത്ത് തന്നെയുള്ള പടലപ്പിണക്കങ്ങൾ അത് പട്ടിക വരുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. പട്ടിക വന്നപ്പോൾ കുറച്ചുകൂടി മൂർച്ഛിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. അത് മധ്യകേരളത്തിൽ പൊതുവിൽ സത്യത്തിൽ മധ്യകേരളത്തിൽ കോൺഗ്രസിൻ്റെ ഈറ്റില്ലമാണ്, അല്ലെങ്കിൽ അവരുടെ കളമാണ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ആ മധ്യകേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ തലവേദന സത്യത്തിൽ കോൺഗ്രസിന് ഉടലെടുത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ജോസഫ് വാഴക്കൻ 1.5 ലക്ഷത്തോളം പോസ്റ്ററുകളടക്കം അടിച്ച് പ്രചരണ നടപടികൾക്ക് വേണ്ടി കടന്ന ഒരാളാണ്. നേരെ മറിച്ച് എൽദോസ് കുന്നപ്പള്ളിയാണെങ്കിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. ദീപ്തി മേരി വർഗീസ് മേയർ സ്ഥാനം നഷ്ടപ്പെട്ടതിന് തൊട്ട് പിന്നാലെ തനിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് രംഗത്ത് നിന്ന ഒരാൾ കൂടിയാണ്. അവരൊക്കെ KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ വാഗ്ദാനം ചെയ്തതും മികച്ച ഒരു പദവി കിട്ടും എന്ന കാര്യം തന്നെയായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങൾ എല്ലാം വിപരീതമായ ഒരു ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ബോധ്യപ്പെട്ടത് എന്നുള്ളതാണ് സത്യം. അതിൻ്റെ വൈഷമ്യം ആരും പുറത്ത് കാണിക്കാതിരിക്കുന്നില്ല. പ്രത്യേകിച്ച് എല്ലാവരും അക്കാര്യം തുറന്നു പറയുന്നുണ്ട് എന്നുള്ളതാണ്. ജോസഫ് വാഴക്കാണ് ഏറ്റവും ഒടുവിൽ അക്കാര്യം തുറന്നു പറഞ്ഞത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തന്നോട് അക്കാര്യം പറയാമായിരുന്നു, തന്നെക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥിയെയാണോ കണ്ടെത്തിയത് എന്നുള്ളത് പാർട്ടിയാണ് ആലോചിക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടം മുതൽ ഇത്തരത്തിലുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ പ്രചരണ രംഗത്തേക്ക് സജീവമാകുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയപ്പോൾ പോലും ഇവരോട് ആരോടും നേതൃത്വം ഒരു ഘട്ടത്തിൽ പോലും നിങ്ങൾ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയാകില്ല എന്ന കാര്യം പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു വിഷമം തന്നെയാണ് തുറന്നു പറയുന്നത്. ഇതിനെല്ലാം ഉപരി എല്ലാവരും പാർട്ടിക്ക് നീതിയുക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് പറയുമ്പോഴും അവർക്ക് ശക്തമായ വേരോട്ടമുള്ള ഇടങ്ങളാണ് ഇതെന്ന് തന്നെ പറയാം. നാട്ടകം സുരേഷ് DCC പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അവിടെ വലിയ വേരോട്ടമുണ്ട്. കോട്ടയം നഗരത്തിലടക്കം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യവും ലഭിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റുമാനൂർ സീറ്റിൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുമ്പോഴും ആ സീറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തനം നേരത്തെ തന്നെ മുൻകൂട്ടി നടത്തിയ ഒരാളാണ് ജോസഫ് വാഴക്കൻ. അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകൾ അടിച്ചത് മാത്രമല്ല, അദ്ദേഹം പലരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അടക്കം പോയിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് സീറ്റില്ല എന്ന പ്രഖ്യാപനം വരുന്നത്. അതിൻ്റെ നിരാശയും മറ്റു കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറയുമ്പോഴും പാർട്ടിക്ക് വേണ്ടി ഇനിയും മുന്നോട്ട് തന്നെ പോകും. പാർട്ടി തന്നെയാണ് തനിക്ക് മുന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായും
നിലവിലുള്ള സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എൽദോസ് കുന്നപ്പള്ളിയുടെ വാക്കുകൾ അങ്ങനെ ആയിരുന്നില്ല. പാർട്ടി തന്നെ വഞ്ചിച്ചു, തന്നോട് നീതികേട് കാണിച്ചു എന്നുള്ളത് തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളി തുറന്നു പറയുന്നത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 1.5 വർഷമായി വീട് കയറുന്ന ഒരാളോട്, അദ്ദേഹം സിറ്റിംഗ് MLA ആണ്, അയാളുടെ ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി പറഞ്ഞിരുന്നില്ല ഇത്തവണ മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം എത്തിയ മനോജ് മുത്തേടനെ കാണാൻ പോലും നിൽക്കാതെ എൽദോസ് കുന്നപ്പള്ളി അവിടെ നിന്ന് കളം വിട്ടത്. ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ നിലവിൽ തൃക്കാക്കര മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികളുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് എന്നുള്ളത് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് ആശ്വാസമാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ ഈ നേതാക്കളുടെ എല്ലാം നിലപാടും അവരുടെ അണികളുടെ തീരുമാനങ്ങളും ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.